ഇന്ന് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോട്ടപ്പയർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ നീളത്തിലുള്ള പയറിന് നമ്മൾ കോട്ടപ്പയർ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് കമൻറ്റിലോട്ട് ഒന്ന് പറയണേ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക്, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ആദ്യം നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് ആദ്യം നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ വറവ് ബാക്കിയായാൽ പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഓട്ടപ്പയറും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. നസാരിക്ക് അങ്ങനെ സുഖമായിട്ടില്ല കേട്ടോ, പനിയല്ലേ. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരു മുട്ടയും കൂടി ഓംലെറ്റ് ആക്കി. പിന്നെ തൈരും കൂടി ഉണ്ടായിന് കേട്ടോ. എനിക്ക് ഉപ്പും മുളക് പൊടി ഇട്ടിട്ടുള്ള മുട്ട ഓംലെറ്റാണ് ഇഷ്ടം. ഉള്ളിയൊന്നും ഇടുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ തലേന്നത്തെ തക്കാളിക്കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെയാണ് കേട്ടോ മുട്ട പൊരിച്ചത് ഇഷ്ടം. ഉമ്മയാണ് നമുക്ക് ഇങ്ങനെ ആക്കി തന്നിട്ട് ഈ റെസിപ്പി കാണിച്ചതിന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട ഇങ്ങനെ പൊരിച്ച്